അച്ചടക്കത്തിന്റെയും പ്രതിബദ്ധതയുടെയും ത്യാഗത്തിന്റെയും അഴിമതി വിരുദ്ധതയുടെയും പ്രതീകമായാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലകൊള്ളുകയെന്ന് പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. പല നേതാക്കളുടെയും ജീവിതം ആദർശശുദ്ധിയുടെയും അഴിമതി രാഹിത്യത്തിന്റെയും പ്രതീകമായിരുന്നു. സിംഗപ്പൂരിൽ നടന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ പാളക്കര കൈലിമുണ്ടുടുത്തെത്തിയ ആർ സുഗതനും സാധാരണ പ്രവർത്തകർക്കിടയിൽ ജീവിച്ച പി കൃഷ്ണപിള്ളയും പാർട്ടിയുടെ വാക്കുകൾ അതേപടി വിഴുങ്ങി ഗർജിക്കുന്ന നേതാക്കളെ നേരിടാൻ അടയ്ക്കാമരം കൊണ്ട് വാരിക്കുത്തമുണ്ടാക്കിയ കുന്തക്കാരൻ പത്രോസും സാധാരണക്കാരുടെ പ്രതീകങ്ങളായിരുന്നു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന സ്വപ്ന സദൃശ്യമായ മുദ്രാവാക്യവുമായി അരപ്പട്ടിണിക്കാരുടെയും മുഴുപട്ടിണിക്കാരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആഴത്തിൽ വേരൂന്നാൻ അധികകാലം വേണ്ടി വന്നില്ല. വർഗീയതയും അവസരവാദ രാഷ്ട്രീയവും പാർട്ടി താല്പര്യത്തിനനുസരിച്ച് സന്ദർഭോചിതമായി ഉപയോഗിക്കാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല. 1957 കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്താൻ ഹിന്ദു താല്പര്യവും വർഗീയതയും എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ മുൻ ഡയറക്ടർ തോമസ് മാത്യു ദ കമ്മ്യൂണൽ റോഡ് ടു സർക്കുലർ കേരള എന്ന ഗവേഷണ പ്രബന്ധത്തിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. രാമസിംഹൻ വധക്കേസിൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ഇസ്ലാമിക ഭീകരരെ രക്ഷിച്ചുവെന്നും മലബാറിലും ശബരിമല തീവയ്പിലും തുടരന്വേഷണം കോൺഗ്രസ് നടത്തിയില്ല എന്നും തൃശൂരിലും തെക്കോട്ടും അവർ പ്രചാരണം നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയാൽ 2 സംഭവങ്ങളിലും നടപടി ഉണ്ടാകുമെന്നതായിരുന്നു വാഗ്ദാനം. മന്നത്ത് പത്മനാഭന്റെയും ഈഴവ സമുദായത്തിന്റെയും പിന്തുണ അവർ നേടിയെങ്കിലും പിന്നീട് ഒന്നും ചെയ്തില്ല. മാത്രമല്ല മന്നത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ നിലപാടും സ്വീകരിച്ചു. ഹിന്ദു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ പ്രധാനമായും ഈഴവ സമുദായത്തെയും മറ്റ് ഹൈന്ദവ വിഭാഗങ്ങളെയും പാർട്ടി നേതൃത്വത്തിലും കേഡറിലും അണിനിരത്തിയാണ് CPM ശക്തമായ സംഘടനാ സംവിധാനം കെട്ടിപ്പടുത്തത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതല ഏൽക്കുന്നതുവരെ ഒരു പരിധിവരെ ഈ പാർട്ടി സംവിധാനം ശക്തമായി തന്നെ നിലകൊണ്ടു. ഈഴവ സമുദായമായിരുന്നു പാർട്ടിയുടെ നട്ടെല്ലും പിൻബലവും. പിണറായി വിജയൻ അധികാരത്തിലെത്തുകയും പുതിയ മരുമകന് കുടുംബത്തിലെത്തുകയും ചെയ്തതോടെ CPMന്റെ അലക്കും പിടിയും ഈഴവ സമുദായത്തിൽ നിന്നും ഹിന്ദുക്കളിൽ നിന്ന് പോലും നഷ്ടമായി. കേരളത്തിലുടനീളം സിമിയുടെയും ജിഹാദി സംഘടനകളുടെയും പ്രവർത്തകർ തന്ത്രപരമായി CPMന്റെ എല്ലാ തലത്തിലേക്കും നേതാക്കളായി എത്തി. ഈഴവ പിന്നാക്ക നേതാക്കന്മാരെ പിറകിൽ നിന്ന് കുത്തുകയും അവരെ വ്യാപകമായി ഒഴിവാക്കുകയും ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലും ഭരണതലത്തിലും അഴിമതിക്കാരും സ്വജനപക്ഷപാതികളും ലൈംഗിക ആരോപണ വിധേയരും നിർബാധം വിഹരിക്കുന്ന സാഹചര്യമുണ്ടായി. ലൈംഗിക പീഡന കേസുകളിൽ പാർട്ടിയിൽ നടപടിയില്ല. പകരം തീവ്രതയളന്ന് കുറ്റവിമുക്തരാക്കുകയും ഉയർന്ന സ്ഥാനങ്ങൾ നൽകുകയും ചെയ്തു. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് നടന്ന എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ പാർട്ടിയുടെ സംഘടനാ സംവിധാനം പൂർണ്ണമായും ജിഹാദികളുടെ കൈകളിലേക്ക് എത്തി എന്ന ആരോപണവുമായി ജില്ലാ കമ്മിറ്റി അംഗം പരസ്യമായി സമ്മേളനം ബഹിഷ്കരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും ഈ ആരോപണം ആവർത്തിച്ചുവെങ്കിലും അത് ഗൗരവമായി കാണാനോ നടപടിയെടുക്കാനോ പാർട്ടി സംവിധാനം തയ്യാറായില്ല. ഇക്കുറി സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന ബ്രാഞ്ച് ലോക്കൽ ഏരിയ സമ്മേളനങ്ങൾ സംഘർഷത്തിന്റെയും പോരാട്ടത്തിന്റെയും പരസ്യ വേദിയായി മാറിയിരിക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല ഇന്ന് CPM വേദിയിലെ സംഘർഷം. കരുനാഗപ്പള്ളിയിലെ കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സംസ്ഥാന സമിതി അംഗങ്ങളായ K രാജഗോപാൽ, K സോമപ്രസാദ് എന്നിവരെ സമ്മേളന ഹാളിൽ പ്രതിനിധികളെ പൂട്ടിയിട്ടു. പുറത്തേക്കുള്ള ഗേറ്റ് കൂടി പൂട്ടിയതോടെ ഇവർ ഹാളിൽ അകപ്പെട്ടു. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ ആളെ പാനലിൽ ഉൾപ്പെടുത്തി എന്നത് മുതൽ സാമ്പത്തിക ക്രമക്കേട്, നിയമന തട്ടിപ്പ്, തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ തിരിമറി, ഗുണ്ടായിസം തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉയർത്തി മുദ്രാവാക്യം മുഴക്കിയാണ് നേതാക്കളെ പൂട്ടിയിട്ടതും പിന്നീട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തിയതും. 10 ലോക്കൽ കമ്മിറ്റികളുള്ള കരുനാഗപ്പള്ളിയിൽ 7 ഇടത്തും ലോക്കൽ സമ്മേളനങ്ങൾ മത്സരത്തെ തുടർന്ന് നിർത്തിവെച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കോടിയെയും ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തനെയും അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോരാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് കാരണം. ത്രിപുരയിലെയും ബംഗാളിലെയും പോലെ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ചരിത്രത്തിന്റെ മ്യൂസിയത്തിലേക്ക് CPMഉം ഒരു മെഴുകു പ്രതിമയായി എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിണറായിക്ക് ശേഷം ഒരു CPM മുഖ്യമന്ത്രി ഇനി ഉണ്ടാകുമോ എന്ന കാര്യം കൂടി കണ്ടു തന്നെ അറിയണം.